ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻറ്റി പറഞ്ഞ പോലെ ഓറിയോ സർ ഇന്ന് ബാഹർ കി ദുനിയ ദേഖ്നെ കെ ലിയെ ആ ഗയാ. അപ്പോൾ ഇന്ന് ഓറിയോനെയും കൊണ്ട് നമ്മൾ അവനൊന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോവാണ്, അവനൊന്ന് ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോവാണ്. അപ്പം ആൾ ആദ്യമായിട്ടാണ് ഓട്ടോറിക്ഷയിലിരിക്കുന്നത്. ആ ഓട്ടോറിക്ഷയിലിരിക്കുന്നതിൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റ് അവനുണ്ടായിരുന്നു. അവൻ അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, യാതൊരു രീതിയിൽ അവൻ അടങ്ങിയിരിക്കുന്നില്ലായിരുന്നു. ആക്ച്വലി ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവനൊന്ന് അടങ്ങിയിരുത്താൻ വേണ്ടിയിട്ട്. കാറിലാണെങ്കിൽ കുറച്ചും കൂടി സേഫ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ഊബർ കാറ് വിളിക്കാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോയിലാകുമ്പോൾ അവനെ കുറച്ചും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കാണാമല്ലോ എന്ന് വിചാരിച്ച് അവൻ പോയിട്ടുമില്ല അങ്ങനെ. അതുകൊണ്ടാണ് കൊണ്ടുപോയത്. അപ്പം ശരിക്കും പേടിയായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, നമ്മൾ അവിടുത്തെ ഓട്ടോ പോലെ ഇല്ല. എനിക്ക് തീരെ സേഫ്റ്റി ഇല്ലാത്ത പോലെ തോന്നി. കാരണം രണ്ട് സൈഡിലും കുറച്ചും കൂടി ബാക്ക്വേർഡിലാണ് ഈ വോള് നിൽക്കുന്നത്, ഈ ഓട്ടോറിക്ഷേൻ്റെ സൈഡിലുള്ളത്. ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് വീണ് പോകുമെന്നൊക്കെ ഒരു പേടിയായിരുന്നു. അങ്ങനെ അവനും എക്സൈറ്റഡാണ്, ഞങ്ങളും എക്സൈറ്റഡാണ്. അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ട് ഞങ്ങൾക്ക് ചിരി വരുന്നു, സന്തോഷം എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവനെയും കൊണ്ട് അവൻ്റെ സ്പാലേക്ക് ഞാനും ഇവൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇവൻ്റെ ബൈയാണ് അവനെ കൊണ്ടുപോകാറുള്ളത്. അപ്പം കുനാലാണ് അധികം അവനെ കൊണ്ടുപോകാറില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ സ്പാ എവിടെയാണെന്നുള്ളത് ഗൂഗിളിൽ നോക്കിയിട്ടൊക്കെ കണ്ടുപിടിക്കണം. ലൊക്കേഷനൊക്കെ കുനാലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് നോക്കാം ഓറിയോൻ്റെ സ്പാ എവിടെയാണെന്നുള്ളത്. ലെറ്റ്സ് സീ ഇൻ ദ വീഡിയോ. ഓറിയോ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൻ നന്നായി ഓടിച്ചാടി കളിച്ച് പോകുന്നുണ്ട്. അതേപോലെ ഇവനെ കയറൂരി വിട്ടവൻ ചിലപ്പോൾ റോഡിൻ്റെ നടുവിലേക്കൊക്കെ ഓടും. അപ്പം നമ്മൾ ടഗ് ആൻഡ് ഫർ ആണ്, ബാംഗ്ലൂരാണ്, കാർമൽ ഡാമിൻ്റെയൊക്കെ തൊട്ടടുത്താണെന്ന് തോന്നുന്നു. അവിടെയാണ് ഓറിയോൻ്റെ സ്പാ ഉള്ളത്. അപ്പം നമ്മൾ ടഗ് ആൻഡ് ഫറിൽ പോയി അവിടെയുള്ള ചേട്ടനായിട്ട് ആൻറ്റി സംസാരിച്ചു, എങ്ങനെയാണെന്നുള്ളതൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ സീറോ ട്രിം ചെയ്ത് അവനെ സുന്ദര കുട്ടപ്പനാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ നേരെ എടുത്ത് അവൻ്റെ സ്പാ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ നമുക്ക് എൻട്രി ഇല്ല, നമുക്കറിയാലോ. അപ്പം ഞങ്ങളിങ്ങനെ പുറത്തുനിന്ന് നോക്കിയപ്പോൾ അവന് വലിയ സങ്കടമൊന്നുമില്ല, അവൻ ഹാപ്പിയാണ്. അവൻ പുറത്ത് വന്നതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെയാണ്. അപ്പം ഞങ്ങളോട് 2 മണിക്കൂറാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ട് ഓറിയോനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ അവനെ തിരിച്ച് പിക്ക് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഞങ്ങൾ ഈ സമയം പൊക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഓറിയോൻ്റെ സ്ഥലത്തുനിന്ന് ഡിമാർട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. കാർമലിലേക്കാണ്. അവിടുന്ന് ഒരു 20 മിനിറ്റ്സ് നടക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ നടന്നു, കാരണം ടൈം പോകണമല്ലോ. അതിന് മുന്നേ ഞങ്ങൾ സ്നാക്സ് കഴിച്ചു, വെജ് പഫ്സ് കഴിച്ചു. വെജ് പഫ്സൊക്കെ കഴിച്ചതിന് ശേഷം അവരടുത്ത് വല്ല ഡ്രിങ്ക്സോ ജ്യൂസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വെള്ളം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഒന്നും കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ നേരെ ഡിമാർട്ടിലേക്ക് വിട്ടു. നല്ല പഫ്സായിരുന്നു കേട്ടോ. ഡിമാർട്ടിൽ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടോയ്സിനൊക്കെ ലൈക്ക് 374, കുറച്ച് വില കുറവ് തന്നെയാണ് കേട്ടോ. വലിയ ടോയ്സിനൊക്കെ 374, 364 അതൊക്കെയായിരുന്നു റേറ്റ് ഉണ്ടായിട്ടുള്ളത്. വാങ്ങണമെന്ന് വിചാരിച്ചു, പിന്നെ വേണ്ടാന്ന് കരുതി. ഇങ്ങനെ വെറുതെ വാങ്ങി കൂട്ടിയിട്ടൊരു കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഒഴിവാക്കി. പിന്നെ അവിടുന്ന് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ആൻറ്റി സോഫ കവറൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. സോഫ കവറിന് എനിക്ക് തോന്നുന്നു 449 അങ്ങനെയൊക്കെയാണ് റേറ്റ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് 6 o'clock ആയപ്പം എത്തി. ഓരോ സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. ഫുൾ സീറോ ട്രിം ചെയ്തിട്ടുണ്ട്. സീറോ ട്രിം ചെയ്ത് നല്ല ഹെയറൊക്കെ, കാരണം എല്ലാം ജട കെട്ടിയ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ
ഈ ഒരു സീറോ ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ 2000 ചാർജ് ചെയ്തിട്ടുള്ളത്. ഞാൻ അതൊക്കെ പേ ചെയ്ത് ഇതായി. പക്ഷേ ബെൽറ്റ് ഇടാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ബെൽറ്റൊക്കെ ഇട്ടു. ഞങ്ങൾ നേരെ ഒരു ഊബർ ഓട്ടോ പിടിച്ചു. കുനാലിനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു, വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് ഉള്ളത് എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഭയങ്കര എക്സൈറ്റഡോ സന്തോഷമോ ഒക്കെ ഉണ്ടായിരുന്നു ഓറിയോന്. അവൻ പുറത്ത് വന്ന് അവൻ സുന്ദരനായാൽ അവൻ എപ്പോഴും ഹാപ്പിയാണ്. അവൻ്റെ ആ ഒരു ഫ്രിസിനെസ്സൊക്കെ, ഹെയറിൻ്റെ ഫ്രിസിനെസ്സൊക്കെ പോയല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഊബർ ഓട്ടോ പിടിച്ചു വീണ്ടും വീട്ടിലേക്ക് യാത്ര ചെയ്തു. അങ്ങനെ ഒരു നല്ലൊരു ഡേ ആയിരുന്നു, ഒരു മെമ്മറബിൾ ഡേ ആയിരുന്നു ഞങ്ങളുടെ ലൈഫിൽ. പോരാ നേരത്തെ അവിടെ ആ ഗേറ്റിൻ്റെ അവിടെ മൂത്രം ഒഴിച്ചിട്ടാണ് വന്നത്. എന്തെങ്കിലും വന്നതിൻ്റെ എന്തെങ്കിലും ഒരു മാർക്ക് അവിടെ കൊടുക്കണമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഓട്ടോ വന്നു. ഓട്ടോയിൽ വീണ്ടും കയറി വീണ്ടും ഒരേ അങ്ങോട്ടും നോക്കുന്നു ഇങ്ങോട്ടും നോക്കുന്നു. അവനെ മാനേജ് ചെയ്യാൻ, ഓട്ടോൻ്റെ ഉള്ളിൽ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അത് പ്രത്യേകിച്ച് ഹെയർ പോയപ്പം ഭയങ്കര എന്താ പറയുക, നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ സ്ലിപ്പായി പോകുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ കൂടെ മുറുക്കെ പിടിച്ചിട്ടാണ് അവനെ കൊണ്ടുവന്നിട്ടുള്ളത്. അവനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡും. അങ്ങനെ ഒരു നല്ല ഡേ ആയിരുന്നു. അപ്പം ഇതുപോലെയുള്ള ഓറിയോൻ്റെ വീഡിയോസും എൻ്റെ ലൈഫിലുള്ള കുറച്ച് മൊമെൻറ്റ്സൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. മുന്നോട്ടേക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.